So moving on to the last portion of the first module, that is welded connections. So aditha the advantages of welded connections. Okay, welded joints like welded connections in the advantages in which first one is it is lighter. So when compared to bolted connection, welded connections lighter ആയിരിക്കും, and the process will be welding process is quicker. Okay, quicker എളുപ്പമായിരിക്കും ശരിക്കും, comparatively easier ആയിരിക്കും, and it is more adaptable and 100% efficiency achieve ചെയ്യാനായിട്ട് possible ആണ്. Okay, whereas in bolted connections the efficiency can reach only up to 70 to 80%. Okay, and in welded connections the noise is less, it is having good aesthetic appearance കൊണ്ട് bolted connections നേക്കാളും it will look good, and then they are airtight and watertight, and the joint is rigid. So these are the advantages. And disadvantages എന്ന് പറയുമ്പോൾ due to uneven heating and cooling, so heating and cooling processൽ they are likely to get distorted. Okay, അതിന് ഡിസ്റ്റോർഷൻസ് സംഭവിക്കാം. അതുപോലെ തന്നെ there is possibility of brittle fracture, and there അതിൻ്റെ ഇൻസ്പെക്ഷൻ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് that will be a difficult and also an expensive. We have to use NDTs ഒക്കെ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് there it will require highly skilled persons, and it is over rigid എന്ന് പറഞ്ഞു, and it is over rigid. So അതൊരു when compared to bolt and rivet connections they are over rigid. Okay, so that is a disadvantage. And next is types of welded joints. 4 types ആണുള്ളത്, that is butt or groove weld, fillet weld, soft weld and plug weld. So it's not soft weld, slot. Okay, slot weld and plug weld. Okay, so ഇതാണ് ബട്ട് അല്ലെങ്കിൽ ഗ്രൂവ് വെൽഡ്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ദറ്റ് ഈസ് അത് ഓരോ ഷേപ്പ് അനുസരിച്ച്. ഓക്കെ, സോ സ്ക്വയർ ആണെങ്കിൽ, അതായത് 2 പ്ലേറ്റ്സ് ഇഫ് ദർ ദറ്റ് പോർഷൻ ഇസ് ഗ്രൂവിൻ്റെ പോർഷൻ സ്ക്വയർ ആണെങ്കിൽ, എഡ്ജ് സ്ക്വയർ ആണെങ്കിൽ ദറ്റ് ഈസ് സ്ക്വയർ ബട്ട് വെൽഡ്. ഓക്കെ, ദെൻ ബോത്ത് സൈഡ്സ്, 2 സൈഡ്സിലും ഈ വെൽഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ബോത്ത് സൈഡ്സ്, സ്ക്വയർ ബട്ട് വെൽഡ് ബോത്ത് സൈഡ്സ്. അഗെയിൻ സിംഗിൾ വി ബട്ട് ജോയിൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്കൊരു വി ഷേപ്പിൽ കാണാം, സോ ദാറ്റ് ഇസ് വി ബട്ട്. ഓക്കെ, വി ബട്ട്, ഡബിൾ വി ബട്ട് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഓക്കെ 2 വി ഗ്രൂവ്സ് ഉണ്ടായിരിക്കും. അഗെയിൻ സിംഗിൾ യു, സോ ഇത് യു ആൻഡ് അഗെയിൻ ജെ ബട്ട്. സോ അത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച്, ആ ഒരു ഗ്രൂവിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ട് അല്ലെങ്കിൽ ഗ്രൂവ് വെൽസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് സിംഗിൾ വി ബട്ട് ജോയിൻറ്റ്. സോ സിംഗിൾ വി ബട്ട് ജോയിൻറ്റ് ആസ് ഓൾറെഡി സെഡ്, ഇങ്ങനെ ഒരു സിംഗിൾ വി ഗ്രൂവ് ആയിരിക്കും ഇതിലുള്ളത്. അപ്പോൾ ഇത് 2 പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ഈ 2 പ്ലേറ്റ്സിന് ഇങ്ങനെ ഒരു ഗ്രൂവ് ഉണ്ടായിരിക്കും, ഈ ഗ്രൂവിൽ കൂടെ ഈ ഗ്രൂവിലേക്ക് വെൽഡ് ചെയ്യും. ഓക്കെ, സോ ദറ്റ് ഈസ് സിംഗിൾ വി ബട്ട് ജോയിൻറ്റ്. ആൻഡ് ഡബിൾ വി ബട്ട് ജോയിൻറ്റ് എന്ന് വെച്ചാൽ, സോ 2 ഇതിൻ്റെ വി ഗ്രൂവ്സ് ആയിരിക്കും ഓൺ ബോത്ത് സൈഡ്സ്, ആൻഡ് ഹിയർ വി ഡു. ഓക്കെ, ഇവിടെയാണ് വെൽഡിങ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡബിൾ വി ബട്ട് ജോയിൻറ്റ്. ഇത് രണ്ടുമാണ് നമുക്ക് ഫോർ ഡിസൈനൊക്കെ ചോദിക്കുന്നത്. സിംഗിൾ വി ബട്ട് ജോയിൻറ്റ് ആൻഡ് ഡബിൾ വി ബട്ട് ജോയിൻറ്റ് ആയിരിക്കും. സോ ഇതിൽ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ തിക്നെസ്സിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സിംഗിൾ, ഇഫ് യു ആർ കൺസിഡറിങ് സിംഗിൾ വി ബട്ട് ജോയിൻറ്റ്, ഇപ്പോൾ സിംഗിൾ വി ബട്ട് ജോയിൻറ്റ് ആണെങ്കിൽ സോ ഈ ഒരു പോർഷനിലായിരിക്കും, ഓക്കെ, അതായത് ഈ ഒരു പോർഷനിലായിരിക്കും വെൽഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിംഗിൾ വി ബട്ട് ജോയിൻറ്റ് എപ്പോഴും പാർഷ്യൽ പെനിട്രേഷൻ, ഓക്കെ, അതായത് വെൽഡിൻ്റെ പാർഷ്യൽ പെനിട്രേഷനായിട്ട് എടുക്കുകയുള്ളൂ. അതായത് കംപ്ലീറ്റ് ഗ്രൂവിൽ പെനിട്രേറ്റ് ആകാതെ പാർട്ട്ലി പെനിട്രേറ്റ് ആയ രീതിയിലാണ് അസ്യൂം ചെയ്യുക. സോ അങ്ങനെ വരാൻ നേരത്ത് ഈ ഫുൾ സിംഗിൾ വി ബട്ട് ജോയിൻറ്റിൽ തിക്നെസ് ഓഫ് ദി വെൽഡ് എന്ന് വെച്ചാൽ ദറ്റ് വിൽ ബി കംപ്ലീറ്റ് ഹോൾ തിക്നെസ് വരത്തില്ല. ഓക്കെ, ഇതാണ് ഹോൾ തിക്നെസ് ഓഫ് ദിസ് പ്ലേറ്റ്. ആ പ്ലേറ്റിൻ്റെ കംപ്ലീറ്റ് തിക്നെസ്സും വരില്ല. ഓക്കെ, സോ ആക്ച്വൽ ത്രോട്ട് തിക്നെസ്, ഇറ്റ് ഈസ് നോട്ട് ദി കംപ്ലീറ്റ് തിക്നെസ്. ആക്ച്വൽ ത്രോട്ട് തിക്നെസ് വിൽ ബി 5/8 ടൈംസ് ദി തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിംഗിൾ വി ബട്ട് ജോയിൻറ്റിൽ എടുക്കുന്നത്, സിംഗിൾ വി ബട്ട് ജോയിൻറ്റ്.
So this is important. നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് ഈ തിക്നെസ് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ സിംഗിൾ വി ബട്ട് ജോയിൻറ്റിലാണെങ്കിൽ വി കൺസിഡർ പാർഷ്യൽ പെനിട്രേഷൻ ആൻഡ് ദാറ്റ് ഇസ് ഈ കംപ്ലീറ്റ് തിക്നെസ്സും എടുക്കില്ല. ഓക്കെ, തിക്നെസ് ഓഫ് ദി വെൽഡ് എന്ന് പറയാൻ നേരത്തെ അല്ലെങ്കിൽ ട്രോട്ട് തിക്നെസ് എന്ന് പറയാൻ നേരത്തെ ഇറ്റ് വിൽ ബി 5/8 ഓഫ് ദി തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ്. ഓക്കെ, അഗെയിൻ ഡബിൾ വി ബട്ട് ജോയിൻ്റ് ആണെങ്കിൽ, ഓക്കെ, സോ ഡബിൾ വി ബട്ട് ജോയിൻ്റ് ആണെങ്കിൽ വി ടേക്ക് ഫുൾ പെനിട്രേഷൻ. സോ ഫുൾ പെനിട്രേഷൻ എടുക്കും. അവിടെ അതുപോലെ തിക്നെസ് എന്ന് പറയാൻ നേരത്ത് ദറ്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, കംപ്ലീറ്റ് തിക്നെസ്സും എടുക്കും. ദറ്റ് ഈസ് തിക്നെസ് വിൽ ബി ദ തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ്. സോ ദറ്റ് ഈസ് ഫുൾ പെനിട്രേഷൻ ആൻഡ് പാർഷ്യൽ പെനിട്രേഷൻ. ഓക്കെ, സിംഗിൾ വി ബട്ട് ജോയിൻ്റ് ആണെങ്കിൽ വി അസ്യൂം ആസ് പാർഷ്യൽ പെനിട്രേഷൻ ആൻഡ് ഡബിൾ വി ബട്ട് ജോയിൻ്റ് ആണെങ്കിൽ വി അസ്യൂം full penetration. Okay, so thickness in രണ്ടിലും different ആണ്. So you have to note that. Next is fillet weld. So first one was butt weld, next is fillet weld. Fillet weld എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് പീസസ്, ഓക്കെ, രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റ്സ് നമ്മൾ കണക്ട് ചെയ്യുക ഒരു ഫില്ലറ്റ് പോലെ, ഫില്ലറ്റ് ഷേപ്പിലുള്ളൊരു വെൽഡ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഫില്ലറ്റ് പോർഷനിലായിരിക്കും കണക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് fillet weld and ഒരു approximately we get a triangular cross section. You can see here ഇങ്ങനെ ഒരു ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ട്രയാങ്കുലർ ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ആൻഡ് ദ ടു സർഫസസ്, ഈ രണ്ട് സർഫസും ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രീസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഫില്ലറ്റ് വെൽഡ്. നെക്സ്റ്റ് സ്ലോട്ട് ആൻഡ് പ്ലഗ് വെൽഡ്. ഓക്കെ, സ്ലോട്ട് ആൻഡ് പ്ലഗ് വെൽഡ് എന്ന് വെച്ചാൽ ഇതുപോലെ. സോ ദിസ് ഇസ് എ പ്ലഗ് വെൽഡ്. അതായത് നമ്മൾ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്ലേറ്റിൽ ഹോള് കൊടുത്തിട്ട് ആ ഹോളിലേക്ക് വെൽഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് അപ്പോൾ ഈ രണ്ട് പ്ലേറ്റ്സും വെൽഡഡ് ആയിരിക്കും, ജോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സോ ദാറ്റ് ഈസ് പ്ലഗ് വെൽഡ്. സോ പ്ലഗ് വെൽഡാണ് അങ്ങനെ, ഒന്നുകിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻസ്, സർക്കുലർ ഹോൾസ് കൊടുക്കാം. ഓക്കെ, ആൻഡ് സ്ലോട്ട് വെൽഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹോൾസ് ആണെങ്കിൽ ദറ്റ് ഈസ് സ്ലോട്ട് വെൽഡ്. ഓക്കെ, ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ദാറ്റ് ഒരു ലെങ്ത് വൈസ്, ഒരു പെരിമീറ്റർ വൈസ് കൊടുക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് സ്ലോട്ട് വെൽഡ്. അഗെയിൻ നെക്സ്റ്റ് നമ്മൾ IS കോഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈൻ അതുപോലെ തന്നെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് നമ്മൾ IS കോഡിൽ എവിടേക്കാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ പേജ് നമ്പേഴ്സ് നോട്ട് ചെയ്യുക ആൻഡ് നിങ്ങൾ ആ IS കോഡ് എടുത്തിട്ട് ഇതെവിടെയാണെന്നുള്ള നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഫസ്റ്റ് ഇസ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് നമ്മൾ ബോൾട്ടഡ് കണക്ഷൻസ് പഠിച്ചപ്പോഴും നോക്കിയതായിരുന്നു. അതായത് പ്ലേറ്റിൻ്റെ ഇപ്പോൾ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ കണക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ബോൾട്ട് അല്ലെങ്കിൽ വെൽഡ് ജോയിൻസ് യൂസ് ചെയ്യുന്നത് ടു ഡിഫറെൻറ്റ് പ്ലേറ്റ്സ് കണക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫ്രം പേജ് 32 ക്ലോസ് 6.2 പേജ് 32 ഒരു ഇക്വേഷൻ ഉണ്ട്, TDG, that is the design strength due to yielding. Okay, that is equal to AgFy by gamma m0 m0. അതിൽ AG എന്ന് വെച്ചാൽ that is the gross area of the cross section. Okay, പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. Okay, and Fy is the yield stress and gamma m0 is the partial safety factor. അപ്പോൾ partial safety factor സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് കണ്ടുപിടിക്കാനുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.1 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ നമ്മൾ കണക്ഷൻസ് ജോയിൻസിൽ ഡിഫറെൻറ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ടേബിൾ 5 തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഫോർ yielding that is 1.1. Okay, again next is design strength of welded joints. So joints in the case that is clause 10.5.7.1 page 79 equation തന്നിട്ടുണ്ട്. Okay, that is the design stresses ആണ്. സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. we have to convert that into strength. സ്ട്രെങ്ത്തിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. Okay, so the design strength of a fillet weld is given shall be based on its throat area. Okay, so ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് FWD. So that is the design stress and that stress is equal to FWN by gamma MW.
ഇതിൽ FWN എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു FU by root 3. FU എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് സ്ട്രെസ്, ദ പ്ലേറ്റ് അല്ലെങ്കിൽ വെൽഡിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് FU. ഓക്കെ, ആൻഡ് ഗാമ MW നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. അതപ്പോൾ വെൽഡിന് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, വെൽഡ് അത് നമ്മൾ ഷോപ്പിലാണോ അല്ലെങ്കിൽ ഫീൽഡിലാണോ വെൽഡ് ഫാബ്രിക്കേറ്റ് ചെയ്തത് അതനുസരിച്ച് ഗാമ MWൻ്റെ വാല്യൂ മാറും. ഓക്കെ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂ മാറും. ആൻഡ് ആ വാല്യൂ നമുക്ക് ടേബിൾ 5 നിന്ന് കിട്ടും. സോ സി ടേബിൾ 5 ഫോർ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നത് it is given in terms of stress and we have to convert that in terms of design strength. അപ്പോൾ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ FWN നമുക്ക് FU. ഓക്കെ, സോ ദിസ് ലൈക്ക് ദിസ് FWN by ഗാമ MW. ഓക്കെ, സോ നമുക്ക് ഈ FWN എന്നുള്ളത് FU by root 3 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ ഗാമ MW ഇതിൻ്റെ കൂടെ ഏരിയ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ട്രോട്ട് ഏരിയ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്താണ് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ട്രോട്ട് ഏരിയ? ട്രോട്ട് ഏരിയ എന്ന് വെച്ചാൽ ദ ലെങ്ത് ഓഫ് ദി വെൽഡ് ഇൻ ടു ട്രോട്ട് തിക്നെസ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് വെൽഡ് ഇൻ ടു thickness of trot. So ഇതാണ് ഫൈനൽ ഇക്വേഷൻ. So this is the final equation, design strength in the equation FU by gamma, FU by root 3 gamma MW. Okay, so അത് സ്ട്രെസ്സിൻ്റെ ടേമാണ്. into area is വെൽഡിൻ്റെ ലെങ്ത് into വെൽഡിൻ്റെ തിക്നെസ്. ഓക്കെ, LW into TE, that is effective thickness. ആൻഡ് ഗാമ MW നമുക്ക് ടേബിൾ 5 നിന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൈറ്റ് വെൽഡഡ് ആണോ അല്ലെങ്കിൽ ഷോപ്പ് വെൽഡഡ് ആണോ. ഓക്കെ, ഫീൽഡ് ആണോ അല്ലെങ്കിൽ ഷോപ്പിലാണോ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നനുസരിച്ച് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിന് ചേഞ്ച് ഉണ്ടാകും. അതായത് സൈറ്റ് വെൽഡ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കൂട്ടിയായിരിക്കും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഫോർ ബെറ്റർ ക്വാളിറ്റി, അത് ക്വാളിറ്റി കൺട്രോൾ കുറവായിരിക്കും സൈറ്റ് വെൽഡിൽ. വെറാസ് ഷോപ്പ് ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ലെസർ വാല്യൂ, അതായത് 1.25 എടുത്താൽ മതി. ഓക്കെ, സോ സൈറ്റ് വെൽഡ് ആണോ ഷോപ്പ് വെൽഡ് ആണോ എന്ന് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. അതനുസരിച്ച് വേണം ഗാമ MWൻ്റെ വാല്യൂ കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ TE. ഓക്കെ, TE എന്ന് വെച്ചാൽ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണ്. അത് ബഡ് ജോയിൻറ്റിൻ്റെ കേസിൽ, അതായത് ബഡ് വെൽഡിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ വി ബഡ് ജോയിൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഇതേപോലെ സിംഗിൾ വി ബഡ് ജോയിൻ്റ് ആണെങ്കിൽ പാർഷ്യൽ പെനിട്രേഷൻ ആയിട്ട് എടുക്കും. സോ തിക്നെസ് എന്ന് പറഞ്ഞാൽ 5/8 ടൈംസ് ദി തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ്. ഓക്കെ, വെറസ് ഫുൾ പെനിട്രേഷൻ ഡബിൾ വി ആണെങ്കിൽ ഫുൾ പെനിട്രേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദാറ്റ് കേസ് ദ ത്രോട്ട് തിക്നെസ് വിൽ ബി ദ കംപ്ലീറ്റ് തിക്നെസ്. ഓക്കെ, തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ്. ഇപ്പോൾ 2 പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് എടുക്കും. ഓക്കെ, സോ അങ്ങനെയാണ് we are giving that, finding out the effective thickness for butt weld. Again, fillet weldil different ആയിട്ടാണ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫില്ലറ്റ് വെൽഡിൽ സോ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ K into S. K into S. സോ ഇവിടെ K എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദി വാല്യൂ ഓഫ് K is already given, അതായത് ആംഗിളിന് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അതായത് ആ 2 പ്ലേറ്റ്സിൻ്റെയും ഫ്യൂഷൻ ഫേസിൻ്റെ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ Kക്ക് വാല്യൂ കൊടുക്കുന്നത്. ദറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് യൂഷ്വലി ആൻഡ് ഓൾവേസ് വി ടേക്ക് ഇറ്റ് ആസ് 0.7. നമ്മൾ പറഞ്ഞായിരുന്നു ഫില്ലറ്റ് വെൽഡിൽ യൂഷ്വലി പ്രൊവൈഡഡ് അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ആയിരിക്കും ഫ്യൂഷൻ ഫേസിൻ്റെ ആംഗിൾസ്. സോ വി യൂഷ്വലി ടേക്ക് ഇറ്റ് ആസ് 0.7. ഓക്കെ, സോ കെയുടെ വാല്യൂ 0.7 ആയിട്ട് എടുക്കുക. ആൻഡ് എസ് ഈസ് ദി സൈസ് ഓഫ് ദി ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, ഫില്ലറ്റ് വെൽഡിൻ്റെ സൈസാണ്. അപ്പോൾ ഈ ഫില്ലറ്റ് വെൽഡിൻ്റെ സൈസ് എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഈ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മിനിമം മാക്സിമം. അപ്പോൾ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കോഡിൽ പറയുന്നുണ്ട് മിനിമം വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, മാക്സിമം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. എന്നിട്ട്
ഈ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ മിനിമം സൈസ് ഓഫ് ദി ഫില്ലറ്റ് വെൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആസ് ടേബിൾ 21-ൽ തന്നിരിക്കുന്നത് പോലെയാണ്, പേജ് 78. ഓക്കെ, അപ്പോൾ ഇവിടെ തിക്നെസ് തന്നിട്ടുണ്ട്, അതായത് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുക, തിക്നെസ് അതായത് അപ് ടു 10 വരെ ആണെങ്കിൽ വി പ്രൊവൈഡ് ദ മിനിമം സൈസ് ആസ് 3 mm. ഓക്കെ, ആൻഡ് 10 to 20-ലാണെങ്കിൽ ഇപ്പോൾ 12 mm പ്ലേറ്റ് ആണെങ്കിൽ വി പ്രൊവൈഡ് ഇറ്റ് ആസ് 5. ഓക്കെ, സോ ഇതാണ് മിനിമം സൈസ്. സോ ദറ്റ് ഈസ് എ മിനിമം സൈസ്. അപ്പോൾ മിനിമം സൈസ് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 12 mm പ്ലേറ്റിൽ മിനിമം സൈസ് 5 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ മാക്സിമം സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ മാക്സിമം സൈസ് വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഫ്രം ക്ലോസ് 10.5.8 പേജ് 79-80-ലായിട്ട്. ഓക്കെ, 2 ഫിഗേഴ്സ് ഉണ്ട്. ഈ 2 ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ആ തന്നിരിക്കുന്ന പ്ലേറ്റ്, സോ ഒരു പ്ലേറ്റിൽ വേറെ പ്ലേറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് അങ്ങനെ ജോയിൻ ചെയ്യാൻ നേരത്ത് ആ ജോയിൻ ചെയ്യുന്ന പ്ലേറ്റ് ചിലപ്പോൾ നമുക്ക് ചാനൽ സെക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻസ് ആയിരിക്കാം. സോ അങ്ങനെ ഏത് സെക്ഷനാണോ തരുന്നത് ആ സെക്ഷൻ്റെ എഡ്ജ് നോക്കുക. ഓക്കെ, എഡ്ജ് സ്ക്വയർ ആണെങ്കിൽ ദ മാക്സിമം സൈസ് ഓഫ് ഫില്ലറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ദ തിക്നെസ് ഓഫ് ദാറ്റ്, ഇതിൻ്റെ തിക്നെസ്. ഓക്കെ, അതായത് ഈ ഒരു തിക്നെസ് മൈനസ് 1.5. സോ ഇതായിരിക്കും സ്പെസിഫൈഡ് സൈസ്. ഓക്കെ, ഇതായിരിക്കും സ്പെസിഫൈഡ് സൈസ്. അതായത് ടോട്ടൽ ഈ ഒരു തിക്നെസ്സിൽ നിന്ന് 1.5 മൈനസ് ചെയ്യുക. ഓക്കെ, സോ സി സെക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ, സോ ഇഫ് യു ആർ ടേക്കിംഗ് സി സെക്ഷൻ നമുക്കറിയാം ഓക്കെ, ആൻഡ് വി ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് എ പ്ലേറ്റ്. സോ സി സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി സ്ക്വയർ എഡ്ജ് ആയിരിക്കും. അപ്പോൾ സ്ക്വയർ എഡ്ജിൻ്റെ കേസിൽ ഓക്കെ, സോ സ്ക്വയർ എഡ്ജ് ആണെങ്കിൽ സ്പെസിഫൈഡ് സൈസ് ഓഫ് ദി വെൽഡ് ഷുഡ് ബി ജനറലി അറ്റ്ലീസ്റ്റ് 1.5 mm ലെസ് ദാൻ ദി എഡ്ജ് തിക്നെസ്. ഈ എഡ്ജ് തിക്നെസ്സിനേക്കാളും 1.5 mm കുറവായിരിക്കണം. ഓക്കെ, ആൻഡ് ഇനി റൗണ്ടഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ഒരു ആംഗിൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ആംഗിൾ സെക്ഷൻ നമുക്കറിയാം റൗണ്ടഡ് ആയിട്ടുള്ളൊരു എഡ്ജ് ആയിരിക്കും. ഓക്കെ, ആംഗിൾ സെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ, സോ റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജ് ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 3/4 ദി തിക്നെസ്. ഓക്കെ, 3/4 തിക്നെസ് ആണ്. ആൻഡ് സ്ക്വയർ എഡ്ജ് ആണെങ്കിൽ 1.5 mm മൈനസ് ചെയ്താൽ മതിയാവും. ക്ലിയർ? സോ അങ്ങനെ നമുക്ക് മിനിമവും മാക്സിമവും കിട്ടി. ഈ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, ഇടയ്ക്കുള്ളൊരു വാല്യൂ എടുക്കുക. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി അവർ എസ്. ഓക്കെ, ഈ എസ് എന്ന് വെച്ചാൽ ആ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ബിറ്റ്വീനുള്ള വാല്യൂ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് തിക്നെസ് ഓഫ് ദി ഫില്ലറ്റ് വെൽഡിൻ്റെ തിക്നെസ് കിട്ടും. ക്ലിയർ? അഗെയിൻ നെക്സ്റ്റ് ഇസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് വെൽഡ്. ഇനി ലെങ്ത് ഓഫ് ദി വെൽഡ്. ഓക്കെ, ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ലെങ്ത് ദാറ്റ് ഷുഡ് ബി ദ എഫക്റ്റീവ് ലെങ്ത് ഇൻ ഡ്രോയിങ് പ്ലസ് 2 times ദി വെൽഡ് സൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അഡീഷണൽ ലെങ്ത്, അപ്പോൾ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ കൂടെ വെൽഡ് സൈസ്. ഓക്കെ, വെൽഡ് സൈസ് എന്ന് വെച്ചാൽ എസ്. സോ ഇപ്പോൾ ആക്ച്വൽ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ LW എന്ന ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത്തിൻ്റെ കൂടെ 2S ആഡ് ചെയ്യുന്നതാണ് ആക്ച്വൽ ലെങ്ത്. ഓക്കെ, സോ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ക്ലിയർ ആകും. ഓക്കെ, വേർ വി ആർ യൂസിങ് ദിസ് ആക്ച്വൽ ലെങ്ത് ആൻഡ് ഓൾ. അഗെയിൻ സ്റ്റീൽ ടേബിൾ. സോ എല്ലാവരും സ്റ്റീൽ ടേബിൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ PDF ആയിട്ടോ അല്ലെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി കിട്ടുമെങ്കിൽ അത്. സോ സ്റ്റീൽ ടേബിളിൽ നിന്നാണ് നമുക്കിപ്പോൾ IS ആംഗിൾ, ഇപ്പോൾ ആ 2 പ്ലേറ്റ്സിൽ ഇപ്പോൾ C സെക്ഷൻ അല്ലെങ്കിൽ IS ആംഗിൾ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഡെസിഗ്നേഷൻ ആയിരിക്കും തരുന്നത്. ISA ഫോർ എക്സാമ്പിൾ ISA 65 × 65 × 6 ഈ ഒരു സെക്ഷനാണ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂസ് അപ്പോൾ ഈ സ്റ്റീൽ ടേബിളിൽ അല്ലെങ്കിൽ SP6-ൽ ഈ വാല്യൂസ് അതിൻ്റെ തിക്നെസ് അതുപോലെ തന്നെ ഏരിയ, സോ ഇങ്ങനെയുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ടേക്ക് ദാറ്റ് വാല്യൂസ് ഫ്രം ദി സ്റ്റീൽ ടേബിൾ അല്ലെങ്കിൽ SP6 എടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൊണ്ട് എല്ലാവരും സ്റ്റീൽ ടേബിൾ ഡൗൺലോഡ് ചെയ്യുക.
ആൻഡ് ഈ സ്റ്റീൽ ടേബിളിൽ ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്രോപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ സ്റ്റീൽ ടേബിൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ IS 65/6 ആണെങ്കിൽ ഓക്കെ, IS A എന്ന് വെച്ചാൽ IS ആംഗിൾ സെക്ഷൻ. ഓക്കെ, ആംഗിൾ സെക്ഷൻ ഇങ്ങനെ ആണ് ആംഗിൾ സെക്ഷൻ. സോ ആംഗിൾ സെക്ഷനിൽ 65 എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത്ത് ആൻഡ് ദിസ് ഇസ് ദ 65. ഓക്കെ, ഇൻറ്റു 6 എന്ന് വെച്ചാൽ തിക്നെസ്. നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, തിക്നെസ് ആണ് 6. സോ തിക്നെസ് 6 ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക്, അപ്പോൾ ഈ ഒരു വാല്യൂസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഈ 6ൻ്റെ ഈ വാല്യൂസ്. അപ്പോൾ നിങ്ങൾ IS ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ വാല്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. ഓക്കെ, സോ ഇത് തിക്നെസ് ആണ്, തിക്നെസ് ഇൻ mm, ആൻഡ് ഇത് 7.44 എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഏരിയ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഏരിയ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ആൻഡ് ഈ 1.81 ദറ്റ് ഈസ് ദ CG. അപ്പോൾ ഈ ഏരിയയുടെ വാല്യൂം CGയുടെ വാല്യൂം നമുക്ക് വെൽഡഡ് കണക്ഷൻസ് ചെയ്യാൻ നേരത്ത്, പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ട്രൈ ടു ലൊക്കേറ്റ് ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി ഈ ഡ്രോയിങ്സിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകാൻ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഗസറ്റ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഗസറ്റ് പ്ലേറ്റ്. യു ക്യാൻ സീ ദിസ് പ്ലേറ്റ്. സോ ദിസ് ഇസ് ദ ഗസറ്റ് പ്ലേറ്റ്. ആൻഡ് ഈ ഗസറ്റ് പ്ലേറ്റിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇവിടെ ഒരു C സെക്ഷനാണ് ഇപ്പോൾ ഈ ഗസറ്റ് പ്ലേറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് വെൽഡഡ്. ഇപ്പോൾ വെൽഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് നമ്മൾ വരയ്ക്കാൻ നേരത്ത്, അതായത് ഡിസൈനിൽ ഡ്രോ ചെയ്യാൻ നേരത്ത് നമുക്ക് ഗസറ്റ് പ്ലേറ്റ് ഇങ്ങനെയാണ് കാണിക്കാറ്. ഓക്കെ, ആൻഡ് ഈ ഒരു ആംഗിൾ സെക്ഷൻ വി ക്യാൻ ഷോ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ആംഗിൾ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു an angle section is welded to it എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. സോ യു ഹാവ് ടു ഡ്രോ ദി ഫിഗർ ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോൾ ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ആംഗിൾ സെക്ഷൻ. ഓക്കെ, ആംഗിൾ സെക്ഷൻ, സോറി, ഇറ്റ് ഈസ് C സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. റൈറ്റ്, സോ ഇങ്ങനെയായിരിക്കും C സെക്ഷൻ. ഓക്കെ, സോ ഈ C സെക്ഷനിൽ, ഇപ്പോൾ ഈ C സെക്ഷൻ ഇവിടെ വരയ്ക്കാൻ നേരത്ത് വി ഹാവ് ടു ടേക്ക്, നമ്മൾ ഈ തിക്നെസ് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ദിസ് പോർഷൻ, ഈ ഒരു പോർഷനാണ് ഈ വരച്ചിരിക്കുന്നത്, ആൻഡ് ഈ ഒരു പോർഷനാണ് ഇത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ഇത് വി ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ് ഓൾസോ. ഓക്കെ, സോ ഈ സൈഡിൽ നിന്നുള്ള സൈഡ് വ്യൂ ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഡ്രോ ഇൻ ഡിസൈൻ പാർട്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇവിടെ തന്നെ ആ ഒരു ഡ്രോയിങ് പാർട്ട് പറഞ്ഞു തന്നത്. ഓക്കെ.